നമുക്ക് രണ്ടാമത്തെ ഒരു ഫ്രെയിം കൂടി കാണിക്കാം. അത് ആദിൽ പാലോട് ഹോസ്റ്റൽ പരിസരത്ത് നിന്നും പകർത്തുന്ന ദൃശ്യങ്ങളാണ്. ആദിൽ പാലോട് അവിടെയുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ അവസ്ഥ എന്താണ്? നോബൽ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥികൾ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനാപകടം നടന്ന ആ ഹോസ്റ്റലിൻ്റെ ആ അവസ്ഥ, ഇപ്പോഴത്തെ ആക്ച്വൽ ലൊക്കേഷനിൽ എന്താണ് നടക്കുന്നത്? അവിടെ NDRF സംഘങ്ങൾ ഇന്നലെ രാത്രിയും വൈകിയും തെരച്ചിൽ നടത്തിയിരുന്നു. 204 പേരുടെ ബോഡി കണ്ടെത്തി. ഇനിയും ഏകദേശം 37 പേരുടെ ബോഡി ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? നിരവധി മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ കാണാതായിരുന്നു അപകടത്തിൽ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അരുൺകുമാർ. നമ്മൾ ഈ കാണുന്ന നമ്മുടെ വീഡിയോ ജേഴ്സ് കണ്ണൻ പ്രസന്റ് കാണിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതാണ് ഈ BJ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസാണ് നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നത്. ആ ക്യാമ്പസിൻ്റെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സൂം ചെയ്യുന്ന ദൃശ്യങ്ങൾ അത് ഹോസ്റ്റലിൻ്റെ ദൃശ്യമാണ്. അവിടെ ഉണ്ടായിരുന്ന മെസ്സിലേക്കാണ് ഇടിച്ചു കയറുകയും നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച, ആ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ, നമ്മൾ ചിത്രങ്ങൾ കാണുകയും ചെയ്തത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ കൂടി ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോഴും എത്ര മരണമുണ്ടായി എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിനും അധികൃതർക്കും എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇന്ന് പുലർച്ചെ തന്നെ NDRFിൻ്റെ സംഘം പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പോലീസ് നായകളെ ഉപയോഗിച്ച് വരെയുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഈ കാണുന്ന ഈ കെട്ടിടം നമുക്ക് കാണാം. ഇവിടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ മറ്റ് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥരും പല തരത്തിലുള്ള അന്വേഷണ സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. NDRF പരിശോധനയ്ക്കും തെരച്ചിലിനുമായി ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ പോലീസ് നായകളെയൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. ഈ രൂപത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. सर्च ऑपरेशन खत्म हो चुका है। लोग हैं सर? नहीं सर, अभी बाहर हमारे सर ये नहीं है सर कोई, लेकिन अंदर क्या बिल्डिंग के हो सकते हैं, दबे हुए हो सकते हैं, लेकिन बाहर कोई नहीं है। अच्छा, कितने डेड बॉडीज निकल गए? कुछ डेड बॉडी कोई गिन के नहीं सर, गिनती करके नहीं निकाले गए हैं. बाकी जितने NDRFിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അവർ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനായുള്ള ശ്രമത്തിലാണ് അരുൺകുമാർ. ഏറ്റവും പ്രധാനമായി നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഇവിടെ നിന്നും നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് സൂം ചെയ്താൽ ഇവിടെ നിന്നും പറന്നുയർന്ന ഈ കെട്ടിടത്തിന് മുകളിലൂടെ പറന്നു പോകേണ്ട വിമാനമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം അരുൺകുമാർ, ഒരു വിമാനം ഇങ്ങനെ പറന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. ഇതിന് സമാനമായി പറന്നുയരേണ്ട വിമാനമാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1:39 പറന്നുയർന്നപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നീട് ഇതിലേക്ക് തന്നെ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചു കയറ്റുകയും ചെയ്തത്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു തെരച്ചിൽ 2 ബ്ലാക്ക് ബോക്സുകളാണ് ഉള്ളത്. അതിൽ പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് ഇന്നലെ രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു. കോക്പിറ്റിലെ സംഭാഷണങ്ങൾ ശേഖരിച്ച് വെക്കുന്ന, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമവും ഇപ്പോൾ തുടരുകയാണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള അന്വേഷണം കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അന്വേഷണം ഉണ്ടാകും. ഇതിനൊപ്പം ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകി വിശദമായ ഒരു അന്വേഷണം, പലതരത്തിലുള്ള വിദഗ്ധന്മാരെ, പല മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ ഒരു സമിതി രൂപീകരിക്കും. ഒപ്പം വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്രം പഠനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. DGCAയുടെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് അരുൺകുമാർ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അന്വേഷണത്തിന് US ബ്രിട്ടീഷ് ഏജൻസികളുടെ സഹായം ലഭ്യമാക്കും എന്നുള്ളതാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണത്തിൽ വിദേശ ഏജൻസികളുടെ സഹായം ലഭ്യമാക്കും. UK, അമേരിക്ക രാജ്യങ്ങളുടെ ഇതിന് സമാനമായ അന്വേഷണം നടത്തുന്ന ഏജൻസികളുടെ സഹായം ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. പല രൂപത്തിലുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. ഏറ്റവും പ്രധാനമായി രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ 25 വിദ്യാർത്ഥികൾ 5 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ 2 ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന 25ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണുള്ളത്. അതിതീവ്രമായി ICUവിലും മറ്റുമായി നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇരുപത്തിൽ വളരെ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളല്ല, നമ്മളിപ്പോൾ അല്പം സമാധാനമാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ നിന്നും പുകച്ചുരുളുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തീഗോളമായി കെട്ടിടം മാറുന്നതാണ് ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടത് അരുൺകുമാർ. ഓക്കെ.